തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എത്തിയുള്ളൂ, അരമണിക്കൂറായുള്ളൂ എത്തിയിട്ട്. നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചപ്പാത്തിയും സോയാബീൻ ആണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് വേണ്ട സോയാബീൻ, ഉള്ളി, ടൊമാറ്റോ, കരയാമ്പൂ, ഏലക്കായ, പട്ട, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി. ഇത്രയും മതി ഇതിന്. കറിവേപ്പില ഇതിന് എല്ലാവരും ചേർക്കാറില്ല, നമുക്കും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. സോയാബീൻ നമുക്ക് തിളച്ച വെള്ളമൊഴിച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അടച്ചു വയ്ക്കണം. അടച്ചു വച്ചിട്ട് വന്നിട്ട് നമുക്ക് ഉള്ളി, ടൊമാറ്റോ എല്ലാം അരിഞ്ഞ് റെഡിയാക്കാം. നമ്മളിത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. സോയാബീൻ മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം വേണം. നമ്മൾ സ്റ്റൗ ഓഫാക്കി ഇത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ പോവാം. ഇപ്പം നമ്മൾ സവാള അരിയാണ്. 100 ഗ്രാമിന് അല്ലെങ്കിൽ 1 കപ്പിന് 1 സവാള, 1 ടൊമാറ്റോ മതി. നമ്മളിപ്പോൾ 2 കപ്പ് 200 ഗ്രാം ഉണ്ട് സോയ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സവാള അരിയാണ്, 2 ടൊമാറ്റോയും അരിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ തക്കാളി, സവാള അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് റെഡിയാക്കാൻ പോവാം. നമ്മൾ മസാല റെഡിയാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. പട്ട, കരയാമ്പൂ, ഏലക്ക. അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ ടൊമാറ്റോയും സവോള ഇതിലേക്ക് ഇടാം. നമ്മൾ സോയാബീന് ആവശ്യമുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഒന്നിച്ചിടുക. എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം വഴറ്റിയെടുക്കാൻ പറ്റും. അതിലേക്ക് വേണ്ട ഉപ്പും ഇതിലേക്ക് ഇട്ടു. അപ്പം നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ടാവും. സമയമായി. അപ്പോൾ നമ്മുടെ സോയാബീൻ വെന്തിട്ടുണ്ട്. നമുക്ക് വെള്ളം പോകാനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. വെള്ളം പോകാനായിട്ട് നമ്മൾ ഊറ്റി വെച്ചു. നമ്മുടെ തക്കാളി സവാളയും കറക്റ്റ് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ഇത്തിരി അധികം ചേർക്കാം. നമ്മൾ ഈ ചിക്കനിലൊക്കെ ചേർക്കണ പോലെ തന്നെ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടി 1 സ്പൂണ്, എരിവുള്ള മുളക് പൊടി ഒരു 1/2 സ്പൂൺ, 1/4 സ്പൂൺ ആയാലും മതി.
മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കറി മസാലപ്പൊടി 1 സ്പൂൺ, ഇപ്പോൾ നമ്മുടെ സോയയ്ക്ക് വേണ്ട മസാല റെഡിയായി. ഇപ്പോൾ നമ്മുടെ സോയാബീൻ ചൂടെല്ലാറി കറക്റ്റായിട്ട് നമുക്കിതൊന്ന് മെല്ലെ പിഴിഞ്ഞ് കളയാം അതിലുള്ള വെള്ളം. സോയാബീൻ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാറിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർക്കണം. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ തീയിലിടാം. സിമ്മിലിട്ടു ദേ, എന്നിട്ട് അടച്ചു വെച്ച് ഇതിന് ഉപ്പും മുളകും മസാലയെല്ലാം പിടിക്കുന്നത് വരെ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഉപ്പ് മതിയോ പോരെയൊന്നും നോക്കാം. ഞാൻ നോക്കാറില്ല, ഞാൻ ഇട്ട മിക്കവാറും കറക്റ്റായിരിക്കും, അത് കാരണം നോക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഉപ്പുണ്ടോ എന്ന് ഇപ്പോൾ നോക്കാം. ഇപ്പം നമ്മുടെ കറി എവിടെ വരെ എത്തി നോക്കാം. കറിക്ക് വെള്ളം അധികം വേണമെങ്കിൽ ഇപ്പം തന്നെ അത് ഓഫാക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് വെള്ളം വറ്റണവരെ നമുക്കിത് ഡ്രൈ ആയിട്ട് എടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണം, ചപ്പാത്തിക്ക് വേണ്ടതല്ലേ. ചിക്കൻ കറിയെ വെല്ലുവിളിക്കണ സോയാബീൻ കറിയാട്ടോ. നമുക്കിതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. നമ്മളിതിൽ ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 സ്പൂൺ ചേർക്കുകയാണ്. 1/2 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്തു. കൂടാണ്ട് നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. നമ്മളുടെ ലാസ്റ്റ് ചേർക്കേണ്ട വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യവും ചേർക്കാം. ഞാൻ ലാസ്റ്റേ ചേർക്കാറുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തിള വന്നു. ഇനി നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. സ്റ്റൗ ഓഫാക്കി നല്ല തിള വരുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് തന്നെ വേണമെന്നില്ല, 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആവുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ദോശ കല്ല് അടപ്പത്ത് വെച്ചു. നമുക്ക് ചപ്പാത്തി എടുത്തിട്ട് വരാം കേട്ടോ. ചപ്പാത്തി പരത്തിയത് ഞാനല്ല കേട്ടോ, എനിക്ക് അതിന് ഇത്രയും ഭംഗിയായിട്ട് പരത്താനുള്ള കഴിവില്ല, അതാണ് കാണിക്കാതിരുന്നത്. അത് കുഴച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പോലെ തന്നെ ഗോതമ്പ് പൊടി തിളച്ച വെള്ളത്തിലാണ്, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും 1 സ്പൂൺ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചാണ് പരത്തിയത്. ചപ്പാത്തി പരത്താൻ ഞാൻ അത്ര പോരാ.
നമുക്ക് എണ്ണ ഇല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കാം, എണ്ണ ഒഴിച്ചും ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മൾ എണ്ണ മെല്ലെ ചട്ടകം നോക്കിയിട്ട് മെല്ലെ തടവി കൊടുത്താണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് എണ്ണ ഇല്ലാത്ത ചപ്പാത്തിയോട് വലിയ ഇഷ്ടമില്ല. ഈ രീതിയിൽ നമ്മൾ ചെറിയ തീയിൽ ഉണ്ടാക്കും. നമ്മൾ മെല്ലെ ഒന്ന് തടവി കൊടുക്കും എണ്ണ ഒഴിച്ച്. ചെറിയ തീയാണിതിന്, ഫുള്ള് തീയില്ല. ഇതൊന്ന് അമർത്തി കൊടുത്താൽ മതി, നന്നായിട്ട് കുമളച്ച് വരും. ഇപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി സോയാബീൻ കറിയും ചപ്പാത്തി റെഡിയുണ്ട്. നമുക്ക് കഴിച്ചാലോ? ഗീതയുടെ ഹെൽപ്പ് ഉണ്ടായിട്ട് എനിക്ക് ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ കറി. സോയാബീൻ നല്ല സൂപ്പറായിട്ടുണ്ട്. വളരെ നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട് അതല്ലേ. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.